വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. ഇന്നൊരു സൺഡേ ഈവനിങ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഞായറാഴ്ചയല്ലേ, ഇന്ന് ക്ലാസ്സൊന്നും ഇല്ല മോൾക്ക്. അപ്പോൾ ഉച്ചയ്ക്ക് ഞാനും മോളും കുറച്ച് നേരമൊക്കെ ഒന്ന് കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഞാനും മോളും കൂടെ തിരുവാതിരക്കളി പ്രാക്ടീസിന് പോവുകയാണേ. മോൾക്കല്ല കേട്ടോ, എനിക്കാണ് പ്രാക്ടീസ്. അപ്പോൾ ഞാൻ ലച്ചുവിനായിട്ടാണ് പോവാറ്. ലച്ചുവിടെ ഒറ്റയ്ക്കല്ലേ, അപ്പോൾ ഞാൻ അവളെയും കൂടെ കൊണ്ടുപോകും. അപ്പോൾ പ്രാക്ടീസിന് പോകാൻ നേരം ഞാൻ കുളിച്ച് ഫ്രഷായിട്ടൊന്നല്ല പോവുക, രാവിലെ കുളിച്ചതാണ്. അപ്പോൾ ഇനി കളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ നന്നായി വിയർത്തിട്ടുണ്ടാവും. പിന്നെ കുറച്ചങ്ങ് നടന്ന് പോകണം പ്രാക്ടീസ് ചെയ്യുന്ന സ്ഥലത്തേക്ക്. അപ്പോൾ വന്നിട്ടാണ് കുളിയൊക്കെ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കയ്യും കാലും മുഖമൊക്കെ ഒന്ന് കഴുകി ഒന്ന് ഫ്രഷായിട്ട് പോകാൻ ഒരുങ്ങാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്കൊന്ന് ഒരുങ്ങാം. അപ്പോൾ ലച്ചുവിനെയും കൂടെ കൊണ്ടുപോകുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പം ലച്ചുവിനെ ഞാൻ എൻ്റെ ഒരുങ്ങലൊക്കെ കഴിഞ്ഞു. ഇനി ലച്ചുവിനൊന്ന് ഒരുക്കിയെടുക്കട്ടെ. അപ്പോൾ ലച്ചുവിന് നമ്മൾ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആ ഒരു വെക്കേഷൻ ടൈമിൽ അവളെ തല മൊത്തം മൊട്ടടിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ. ഇപ്പോൾ ഇതാ മുടിയൊക്കെ നല്ല രസത്തിൽ വന്നിട്ടുണ്ട് കേട്ടോ. മൊട്ടടിച്ചിട്ട് പിന്നെ മുടി വന്നതിന് ശേഷം മുടി വെട്ടിയിട്ടേ ഇല്ല. പക്ഷേ പല ആളുകൾ അവളുടെ മുടി കാണുമ്പോൾ ചോദിക്കും, ഇത് ലെയർ കട്ടാണോ, ഇത് എവിടെ നിന്നാണ് ചെയ്തതെന്നുള്ളതൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷേ ഇത് ഇങ്ങനെ വന്നതാട്ടോ. ഇപ്പോൾ നല്ല ഭംഗിയുള്ള നല്ല മുടിയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ നല്ല രസമാണ്. അപ്പോൾ അവൾക്കാണെങ്കിൽ ഇങ്ങനെ മുടി കെട്ടി വെക്കുന്നത് അത്ര വലിയ ഇഷ്ടമില്ല. അപ്പോൾ ഇങ്ങനെ മുടി ഇങ്ങനെ പരത്തിയിടുന്നതാണ് ഇഷ്ടം. അപ്പം ഞാൻ പറയും, ഇപ്പോൾ ചൂടൊക്കെ ഇല്ലേ, അങ്ങനെ ഇടണ്ട, കെട്ടി വെക്കണം എന്നൊക്കെ പറയും. പക്ഷെ അവൾക്ക് ഇങ്ങനെ പരത്തിയിടുന്നതാണ് കേട്ടോ ഇഷ്ടം. അപ്പം ഇനി ഞങ്ങൾ തിരുവാതിരക്കളി പ്രാക്ടീസിന് പോവുകയാണ്. കുറച്ച് ദൂരമുണ്ട് കേട്ടോ പ്രാക്ടീസ് നടക്കുന്ന സ്ഥലത്തേക്ക്. അപ്പോൾ ഇതിപ്പോൾ ഡെയിലി വൈകിട്ട് ഇപ്പോൾ ഇങ്ങനെ പോകുന്നത് കൊണ്ട് ഇതൊരു എക്സസൈസും കൂടെയാണ്. കാരണം കുറച്ചങ്ങ് നടക്കുക, നടന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയാണ്, തിരിച്ചതുപോലെ വീട്ടിലേക്ക് നടന്നു വരുന്നു. അപ്പോൾ നല്ലൊരു എക്സസൈസ് ആണല്ലോ ഇത്. അപ്പോൾ കുറച്ചധികം നടക്കാനുണ്ട്. അപ്പോൾ ഈ വഴി തന്നെയാണ് കേട്ടോ ലച്ചു സ്കൂളിലേക്ക് പോവാറ്. അപ്പം ഞാനും ലച്ചും കൂടെയിട്ട് ഇനി തിരുവാതിരക്കളി പ്രാക്ടീസ് ചെയ്യുന്ന സ്ഥലത്തേക്ക് പോകട്ടെ കേട്ടോ. പിന്നെ കുറച്ച് ദൂരം കൂടെ നടക്കണം കേട്ടോ തിരുവാതിരക്കളി പ്രാക്ടീസ് ചെയ്യുന്നിടത്തേക്ക്. നല്ല രസമാണ് ഈ വൈകുന്നേരം നേരത്തെ ഇതുവഴി നടക്കാൻ വേണ്ടിയിട്ട്. നല്ലൊരു വ്യൂ ആണ്, പിന്നെ നല്ല രസമാണ് ഇതുവഴി നടക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനും ലച്ചും ഇങ്ങനെ ഒരുപാട് കഥകളൊക്കെ പറഞ്ഞിങ്ങനെ നടക്കും. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സുകളൊക്കെ എന്നോട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. അവർ വിളിക്കും, എവിടെ എത്തിയെന്നൊക്കെ ചോദിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിക്കും. അപ്പോൾ ഇത് അവരവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി ഇതാ അവരവിടെ നിൽക്കുന്നുണ്ട് പറഞ്ഞില്ലേ. അപ്പോൾ ഇത് പ്രഭിത, കൃഷ്ണ, അശ്വതി, ഇപ്പോൾ ഇതേ വരുന്നതാണ് കേട്ടോ നീതു. അപ്പോൾ ഇനി ഞങ്ങൾ 5 പേരും കൂടെ, പിന്നെ ലച്ചു ഉണ്ട്, പിന്നെ പ്രഭിതയുടെ മോനുണ്ട്. അങ്ങനെ ഞങ്ങൾ 5 പേരും കൂടെ ഇനി അങ്ങോട്ട് പ്രാക്ടീസ് ചെയ്യുന്ന വീട്ടിലേക്ക് പോകും. ഇവിടെ നിന്ന് ഒരു ഇച്ചിരി കൂടെ പോകാണ്ട് കേട്ടോ. ലീനേച്ചിയുടെ വീട്ടിലാണ് ഞങ്ങൾക്ക് പ്രാക്ടീസ് ഉള്ളത്. അപ്പോൾ ഇനി അവിടേക്ക് പോവുകയാണ്. അപ്പോൾ ഇന്ന് പ്രാക്ടീസ് ചെയ്യുന്ന സ്ഥലത്തേക്ക് എത്തി കേട്ടോ നമ്മൾ. അപ്പോൾ ഞങ്ങളുടെ കൂടെ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ചേച്ചിയുണ്ട്, ലീല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾ വെറുതെ ചേച്ചിയുടെ വീട്ടിലേക്കൊന്ന് പോകാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഇങ്ങനത്തെ വീടുകളൊക്കെ കാണാൻ നല്ല കൗതുകമാണല്ലേ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ലീലേച്ചിയുടെ വീട്. നല്ലൊരു ഒതുക്കമുള്ള നല്ലൊരു വീട്. അപ്പോൾ ഞങ്ങൾ വീടൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചിട്ട് ചേച്ചിയുടെ വീട്ടിലേക്കൊന്ന് പോയതാണ്. അപ്പോൾ അവിടെ പോയി ചേച്ചിയുടെ വീടൊക്കെ കണ്ടു. നല്ല വീടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളുടെ ഡാൻസ് പ്രാക്ടീസാണ് അടുത്തത്. തിരുവാതിരക്കളി പ്രാക്ടീസായിരുന്നു. ഈ തിരുവാതിരക്കളി പ്രാക്ടീസ് തുടങ്ങിയപ്പോഴാണ് കേട്ടോ എനിക്ക് ഒരുപാട് ഫ്രണ്ട്സിനൊക്കെ ഇപ്പോൾ ആയത്. മറ്റേത് വീടിൻ്റെ അവിടെയുള്ള 2-3 ആളുകളോടൊക്കെ അങ്ങനെ കുറച്ച് കമ്പനിയായിട്ട് സംസാരിക്കുന്നല്ലാതെ എനിക്കങ്ങനെ ഫ്രണ്ട്സൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇവിടെ എല്ലാവരും എൻ്റെ ഫ്രണ്ട്സാണ്. ലീനേച്ചിയാണ് കേട്ടോ ഞങ്ങൾക്ക് ഈ ഒരു തിരുവാതിരയുടെ സ്റ്റെപ്സൊക്കെ ഞങ്ങൾക്ക് പഠിപ്പിച്ച് തരിക. പിന്നെ എന്താ ഒരുപാട് സന്തോഷമാണ് കേട്ടോ. അപ്പോൾ വൈകുന്നേരം ഇവിടെ വന്ന് ഈ പ്രാക്ടീസൊക്കെ ചെയ്യാറിയുമ്പോൾ വീട്ടിൽ തന്നെ ഇങ്ങനെ ഒതുങ്ങി കൂടിയിരിക്കുമ്പോൾ ഒരു സങ്കടമാണ്. ഇപ്പോൾ ഒരുപാട് ഹാപ്പിയാണ് കേട്ടോ ഈ പ്രാക്ടീസൊക്കെ തുടങ്ങിയപ്പോൾ. അപ്പോൾ ഇതാ വീട്ടിലേക്ക് എത്തി പ്രാക്ടീസൊക്കെ കഴിഞ്ഞിട്ട് ഇനി ഒന്ന് കുളിക്കട്ടെ. കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിന്ന് പുറത്തൊന്ന് പോകണ്ട കേട്ടോ. എടപ്പാളൊക്കെ ഒന്ന് പോകണം, ഒരു കുഞ്ഞു ഷോപ്പിങ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പുറത്തേക്ക് പോകട്ടോ. അപ്പോൾ എടപ്പാൾ ഇപ്പോൾ പുതിയൊരു ഷോപ്പ് ഓപ്പൺ ആയിട്ടുണ്ട്, ഷോപ്പിക എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ പോകാമെന്നാട്ടോ തീരുമാനിച്ചിരിക്കുന്നത്. വലിയ കാര്യമായിട്ടൊന്നും എടുക്കുന്നൊന്നുമില്ല, എന്നാലും പുതിയൊരു ഷോപ്പ് ഓപ്പൺ ആയിക്കുകയാണല്ലോ, അപ്പോൾ ഒന്ന് പോകണം എന്നുള്ളൊരു ആഗ്രഹം. അപ്പോൾ എന്തായാലും ഒന്ന് പോയി നോക്കട്ടെ. അപ്പോൾ പൊതുവേ നല്ല തിരക്കുണ്ടാവാറുണ്ട് രാത്രിയാണെങ്കിലും എടപ്പാൾ. ഇപ്പോൾ നോമ്പ് സമയം ആയതുകൊണ്ടാണ് തോന്നുന്നു അത്ര വലിയ തിരക്കൊന്നും കാണുന്നില്ല. പിന്നെ എനിക്കെപ്പോഴും തോന്നാറുണ്ട് ഈ രാത്രിയൊക്കെ പുറത്ത് പോകാൻ നല്ല രസമാണ് എന്നുള്ളതൊക്കെ. പക്ഷേ എനിക്കിപ്പോൾ ഭയങ്കര പേടിയാണ് കേട്ടോ രാത്രിയൊക്കെ പുറത്ത് പോകുന്നത്. എന്തോ എനിക്കറിയില്ല, ഭയങ്കര പേടിയായിട്ടാണ് എനിക്ക് തോന്നാറ്. അപ്പോൾ ഇതാണ് ഞങ്ങൾ രാത്രി എടപ്പാളിൻ്റെ ഒരു കാഴ്ച എന്ന് പറയുന്നത്. നമ്മളത് മേൽപ്പാലം കയറിയിട്ടുണ്ട്. മേൽപ്പാലം പാലം ഇറങ്ങി കഴിഞ്ഞിട്ടാണ് ശോഭിക ടെക്സ്റ്റൈൽസ് ഉള്ളത്. അപ്പോൾ അത് 2 ദിവസമായിട്ടുള്ളൂ ഓപ്പൺ ആയിട്ട് കേട്ടോ. അല്ലെങ്കിലൊക്കെ ഇവിടെ ഭയങ്കര തിരക്കാണ്. വണ്ടികളുടെ ആണെന്നുണ്ടെങ്കിലും ആളുകളുടെ തിരക്കാണെങ്കിലും എല്ലാം ഭയങ്കര തിരക്കാണ്. ഇപ്പോൾ ഈ നോമ്പ് സമയം ആയതുകൊണ്ടാണ് ഇച്ചിരി തിരക്ക് കുറവായിട്ട് തോന്നുന്നത്. അങ്ങനെ അപ്പോൾ നമ്മളിത് ഇവിടെ ടെക്സ്റ്റൈൽസിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്.
അത്യാവശ്യം നല്ല വലിയ ഷോപ്പ് തന്നെയാണ് കേട്ടോ. നല്ല സൗകര്യമുണ്ട്, നല്ല കളക്ഷൻസൊക്കെ ഉണ്ട്. ഏതായാലും ഞാൻ പറയുന്നില്ല, നമുക്ക് എന്തായാലും ഷോപ്പിൻ്റെ ഉള്ളിലേക്ക് കയറാം. അപ്പോൾ ഉള്ളിൽ കയറിയിട്ട് നിങ്ങൾ തന്നെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു നോക്കി, അപ്പോൾ എങ്ങനെയുണ്ടെന്ന് അറിയാലോ. എടപ്പാൾ എനിക്ക് തോന്നുന്നില്ല ഇത്ര നല്ലൊരു ഷോപ്പ് കേട്ടോ. നല്ല ഷോപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും വലിയൊരു ഷോപ്പ് എടപ്പാൾ ഇതാദ്യമാണ്. ശോഭിക ഇതാദ്യമായിട്ടാണ് ഇങ്ങനൊരു ടെക്സ്റ്റൈൽസ് എടപ്പാൾ വരുന്നത്. അപ്പോൾ എന്തായാലും നല്ല കളക്ഷൻസാണ്. എന്തായാലും കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടാലോ. ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ പിന്നെ നമ്മൾ വീട്ടിലേക്ക് പോയത്. ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു കയറിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമുക്ക് കിട്ടിയത് പൊറോട്ടയും ബീഫ് കറിയായിരുന്നു. തൽക്കാലം അതൊക്കെ കഴിച്ചു. എന്നിട്ട് നമ്മൾ വീട്ടിലേക്ക് പോയി. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ.